നഷ്ടമില്ലാത്ത ട്രേഡിംഗ് ആലോചിക്കാൻ തന്നെ എന്ത് രസമല്ലേ? പക്ഷെ സത്യം പറഞ്ഞാല് പ്രൊഫഷണൽ ട്രേഡർമാർ ചിന്തിക്കുന്നത് നേരെ തിരിച്ചാണ്. അവര് നഷ്ടങ്ങളെ എത്രയും പെട്ടെന്ന് അംഗീകരിക്കും. കേൾക്കുമ്പോൾ ഒരു വിചിത്രമായി തോന്നുന്നുണ്ടോ? എങ്കിൽ കേട്ടോളൂ, ഈ ചെറിയ നഷ്ടങ്ങൾ എങ്ങനെയാണ് വലിയ ലാഭങ്ങളിലേക്കുള്ള വഴിയൊരുക്കുന്നതെന്ന് നമുക്കിന്ന് വിശദമായി സംസാരിക്കാം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. പ്രൊഫഷണൽ ട്രേഡർമാർ നഷ്ടങ്ങളെ ഭയപ്പെടുന്നില്ല. പകരം അതിനെ ഈ കളിയുടെ ഒരു ഭാഗമായിട്ടങ്ങ് കാണും. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഇത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇതെന്താ ഇങ്ങനെ? എന്തിനാ അവർ നഷ്ടങ്ങളെ ഇത്ര പെട്ടെന്ന് അംഗീകരിക്കുന്നത്? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോ നമുക്ക് ട്രേഡിംഗിലെ ആ ഒരു വിചിത്രമായ സത്യത്തിലേക്ക് കടക്കാം. ഇതെന്താണെന്നറിയോ? ഒരു തുടക്കക്കാരനും ഒരു പ്രൊഫഷണലും നഷ്ടങ്ങളെ കാണുന്ന രീതിയിലുള്ള ആ ഒരു വ്യത്യാസം, അതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. ഇപ്പോ നമ്മളൊരു തുടക്കക്കാരനാണെന്ന് വിചാരിക്കാം. നമുക്ക് നഷ്ടം എന്ന് പറയുന്നത് എന്താ? അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണല്ലേ? അപ്പൊ ഒരു ട്രേഡ് നഷ്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? ആകെ ഒരു സ്ട്രാറ്റജിയേ ഉണ്ടാവൂ, പ്രതീക്ഷ. ഇത് തിരിച്ചു കയറും എന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ നോക്കിയിരിക്കും. പക്ഷെ ഒരു പ്രൊഫഷണൽ അങ്ങനെയല്ല. അവർക്ക് നഷ്ടമെന്ന് പറയുന്നത് ഈ കളിയുടെ ഒരു ഭാഗം മാത്രമാണ്. അത് അംഗീകരിച്ച് അടുത്തതിലേക്ക് പോവുക, അതാണ് അവരുടെ രീതി. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മാർക്കറ്റിന് നമ്മുടെ പ്രതീക്ഷകളോടോ സങ്കടങ്ങളോടോ ഒരു താൽപ്പര്യവുമില്ല. മാർക്കറ്റ് എപ്പോഴും അതിന്റെ പ്രോബബിലിറ്റി അനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് നല്ലൊരു ഉദാഹരണം നോക്കാം. ശരി, അപ്പൊ നമുക്കൊരു കഥ കേൾക്കാം. ഒരേപോലത്തെ ഒരു സാഹചര്യത്തിൽ രണ്ട് ട്രേഡർമാർ. അവർ എങ്ങനെയാണ് തികച്ചും വ്യത്യസ്തമായി ചിന്തിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കൂ, നമ്മുടെ രണ്ട് ട്രേഡർമാരും ഒരേ സെറ്റപ്പിലാണ് ട്രേഡ് എടുക്കുന്നത്. 100 രൂപയ്ക്ക് വാങ്ങി 95-ൽ സ്റ്റോപ്പ് ലോസ് വെച്ചു, 110-ല് ടാർഗറ്റ്. അതായത് 5 രൂപ പോയാലും കുഴപ്പമില്ല, പക്ഷെ കിട്ടിയാൽ 10 രൂപ കിട്ടും. 1:2 റിസ്ക് റിവാർഡ്. കാണുമ്പോൾ നല്ലൊരു ഡീലാണല്ലേ? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഇവിടെയാണ് കളി മാറുന്നത്. നമ്മുടെ ട്രേഡർ എയുടെ കഥ തുടങ്ങുകയാണ്. വില 100-ൽ നിന്ന് 96-ലേക്ക് ചെറുതായിട്ടൊന്ന് താഴ്ന്നു. അപ്പൊ തന്നെ പുള്ളിയുടെ മനസ്സിലൊരു ചിന്ത. അയ്യോ, ഇതിപ്പോ തിരിച്ചു കേറും. ആ ഒരു പ്രതീക്ഷയില് പുള്ളി എന്തു ചെയ്തു? ആ സ്റ്റോപ്പ് ലോസ് അങ്ങോട്ടെടുത്ത് മാറ്റി. പക്ഷെ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ പോയത്. വില വീണ്ടും ഇടിഞ്ഞ് 92-ലെത്തി. അതോടെ പ്രതീക്ഷയൊക്കെ പോയി സ്ഥാനത്ത് പേടി വന്നു. അവസാനം സഹിക്കാൻ പറ്റാതെ 90-ലെത്തിയപ്പോൾ വലിയൊരു നഷ്ടത്തിൽ ആ ട്രേഡ് അങ്ങ് ക്ലോസ് ചെയ്തു. എന്താ ഫലം? 10 രൂപയുടെ നഷ്ടം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെയാൾ ട്രേഡർ ബി എന്തു ചെയ്തു? വളരെ സിമ്പിൾ. വില 95-ലെത്തി, പുള്ളി വെച്ച സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, ട്രേഡ് ഓട്ടോമാറ്റിക്കായി ക്ലോസായി. കഴിഞ്ഞു. ആ ചെറിയ നഷ്ടം ഒരു വിഷമവുമില്ലാതെ അങ്ങ് അംഗീകരിച്ചു. എന്നിട്ട് അടുത്ത നല്ലൊരവസരത്തിനു വേണ്ടി കാത്തിരുന്നു. ഇതാണ് ഡിസിപ്ലിൻ. ഇപ്പൊ കണ്ടില്ലേ, ഒരേ മാർക്കറ്റ്, ഒരേ ട്രേഡ്, പക്ഷെ രണ്ട് ചിന്താഗതികൾ എത്ര വലിയ വ്യത്യാസമാണ് ഉണ്ടാക്കിയതെന്ന്. ട്രേഡർ എക്ക് കിട്ടിയത് 10 രൂപയുടെ വലിയ നഷ്ടം. പക്ഷെ ട്രേഡർ ബിയോ? പുള്ളിക്ക് ആദ്യത്തെ ട്രേഡിൽ 5 രൂപ പോയി, ശരിയാണ്. പക്ഷെ ആ അച്ചടക്കം കാരണം അടുത്ത ട്രേഡിൽ 10 രൂപ ലാഭമെടുക്കാൻ പറ്റി. അപ്പൊ നെറ്റ് റിസൾട്ട് എന്താ? 5 രൂപയുടെ ലാഭം. ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാടെന്താണെന്നറിയോ? നഷ്ടങ്ങളെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഇതാണ് ആ രഹസ്യം. പ്രൊഫഷണൽ ട്രേഡർമാർക്ക് ചെറിയ നഷ്ടങ്ങളെ പേടിയില്ല. അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ആ ചെറിയ നഷ്ടങ്ങൾ, അത് ഈ ബിസിനസ്സിന്റെ ഒരു ചെലവായിട്ടാണ് അവർ കാണുന്നത്. അവർക്ക് ശരിക്കും പേടി നിയന്ത്രിക്കാൻ പറ്റാത്ത വലിയ നഷ്ടങ്ങളെയാണ്. കാരണം അവർക്കറിയാം, ഒരൊറ്റ വലിയ നഷ്ടം മതി അതുവരെ ഉണ്ടാക്കിയതെല്ലാം ഒലിച്ചുപോകാൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ, -50%. നിങ്ങളുടെ അക്കൗണ്ടിൽ ഒറ്റയടിക്ക് 50% നഷ്ടം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഏറ്റവും വലിയ പ്രശ്നം അതല്ല. ഈ പോയ 50% തിരിച്ചു പിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് 100% ലാഭമുണ്ടാക്കണം. അതായത് കയ്യിലുള്ള കാശ് ഇരട്ടിയാക്കണം. അതെത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് ഊഹിക്കാമല്ലോ. ഒരൊറ്റ വലിയ നഷ്ടം മതി നിങ്ങളുടെ 5-10 നല്ല ട്രേഡുകളിൽ നിന്ന് കിട്ടിയ ലാഭം മുഴുവൻ കൊണ്ടുപോകാൻ. ചിലപ്പോൾ മാസങ്ങളുടെ അധ്വാനമില്ലാതാകാം. ഏറ്റവും മോശം അവസ്ഥയിൽ നിങ്ങളുടെ അക്കൗണ്ട് തന്നെ ചിലപ്പോൾ കാലിയായി പോകും. ഇതുകൊണ്ടാണ് പ്രൊഫഷണലുകൾ വലിയ നഷ്ടങ്ങളെ ഒരു രാക്ഷസനെ പോലെ ഭയപ്പെടുന്നത്. അപ്പോ എന്റെ ഒരു ചോദ്യം നിങ്ങളോടാണ്. വളരെ സത്യസന്ധമായിട്ട് പറയണം. നിങ്ങളുടെ ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്തു ചെയ്യും? ഓപ്ഷൻ എ, ആ ചെറിയ നഷ്ടമങ്ങ് അംഗീകരിച്ച് പുറത്തിറങ്ങും. അതോ ഓപ്ഷൻ ബി, ആ സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടി താഴോട്ട് മാറ്റി ഇത് തിരിച്ചു കയറും എന്ന് പ്രാർത്ഥിച്ചിരിക്കൂ. നിങ്ങളുടെ അനുഭവം എന്താണെന്ന് താഴെയൊന്ന് കമന്റ് ചെയ്യണേ. ട്രേഡിംഗിൽ ഒരു സുവർണ നിയമമുണ്ട്.
ഒരുപക്ഷെ ഇതിലും വലുതായിട്ടൊരു നിയമമില്ല. അതെന്താണെന്നറിയോ? നഷ്ടങ്ങൾ പെട്ടെന്ന് മുറിച്ചു മാറ്റുക, ലാഭം വളരാൻ അനുവദിക്കുക. അതായത് കട്ട് ലോസസ് ക്വിക്ലി, ലെറ്റ് പ്രോഫിറ്റ്സ് റൺ. വിജയിക്കുന്ന ട്രേഡർമാരെയെല്ലാം മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഈ ഒരൊറ്റ മന്ത്രമാണ്. പക്ഷേ സാധാരണക്കാരായ തുടക്കക്കാരായ നമ്മളിൽ പലരും ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. നഷ്ടത്തിലുള്ള സ്റ്റോക്ക് അത് കേരും എന്ന് വിചാരിച്ചു കൊല്ലങ്ങളോളം പിടിച്ചുവെക്കും. പക്ഷേ ലാഭത്തിലുള്ള സ്റ്റോക്കോ ചെറിയൊരു പ്രോഫിറ്റ് കാണുമ്പോഴേക്കും പേടിച്ചു വിറ്റൊഴിവാക്കും. ഇത് ശരിക്കും നമ്മുടെ തോട്ടത്തിലെ പൂക്കൾ പറിച്ചെറിഞ്ഞിട്ട് കളകൾക്ക് വെള്ളമൊഴിക്കുന്നത് പോലെയാണ്. ഇത് കാരണമാണ് ഭൂരിഭാഗം പേരും അവസാനം പണം നഷ്ടപ്പെടുത്തുന്നത്. ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരൊറ്റ കാര്യത്തിലേക്കാണ്. ഒരു ട്രേഡർ എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താണ്? ലാഭമുണ്ടാക്കുക എന്നാണോ? അല്ല, നിങ്ങളുടെ കയ്യിലുള്ള മൂലധനം, നിങ്ങളുടെ ക്യാപിറ്റൽ, അതിനെ സംരക്ഷിക്കുക എന്നതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ജോലി. ട്രേഡിംഗില് യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് എടുക്കുന്ന എല്ലാ ട്രേഡിലും ജയിക്കുന്നതല്ല. അങ്ങനെ ആർക്കും പറ്റില്ല. യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് നാളെയും മറ്റന്നാളും ട്രേഡ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ പണം ബാക്കിയുണ്ടാവുക എന്നതാണ്. അതായത് നിങ്ങളുടെ മൂലധനം സംരക്ഷിക്കുന്നതിലാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം കിടക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. നിങ്ങളുടെ മൂലധനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. അതിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക. കാരണം മാർക്കറ്റ് എങ്ങോട്ടും പോകുന്നില്ല. അത് നാളെയും ഇവിടെ തന്നെ ഉണ്ടാകും. നല്ല അവസരങ്ങൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ആ അവസരങ്ങൾ മുതലെടുക്കാൻ നിങ്ങൾ ഈ കളിയിൽ ബാക്കിയുണ്ടാവണം. അതിന് നിങ്ങളുടെ ക്യാപിറ്റൽ സുരക്ഷിതമായിരിക്കണം.